യേശു മഹോന്നതനേ നിനക്ക് സ്തോത്രമുണ്ടാക എന്നേക്കുമമേൻ. സ്തോത്രമുണ്ടാക എന്നേക്കുമമേൻ. നീചരം ഞങ്ങളെ വീണ്ടിടുവാൻ വാനലോകം വെടിഞ്ഞോടി വന്നു. വാനലോകം വെടിഞ്ഞോടി വന്നു. താണു നരാകൃതി പൂണ്ടതിനെ കാണുവാൻ നീ കൃപ ചെയ്യണമേ. കാണുവാൻ നീ കൃപ ചെയ്യണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥ, സ്വർഗീയ പിതാവേ, അതിമനോഹരമായ നല്ല വിശുദ്ധ ദിവസത്തിനായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഒരു നല്ല വിശുദ്ധ ദിവസം കൂടെ കർത്താവ് ദാനമായി തന്നല്ലോ. അങ്ങയൊന്ന് പാടി ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും സ്തോത്രം ചെയ്യുവാൻ സ്വർഗം സഹായിച്ചു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. കർത്താവെ, ആരോഗ്യത്തോടും സുബോധത്തോടും എഴുന്നേൽപ്പിച്ച ദൈവത്തെ മഹത്വപ്പെടുത്തുകയാ, സ്തുതിക്കുകയാ കർത്താവെ. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളെ സമർപ്പിക്കുന്നു. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന ഓരോ ജീവിതങ്ങളെയും ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ വിഷയത്തെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഉള്ളതുപോലെ കാണുന്ന ദൈവം, ഉള്ളതുപോലെ അറിയുന്ന ദൈവം, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്കൊക്കെയും മറുപടി തന്ന് ഞങ്ങളെ മാനിച്ച് ജയോത്സവമായി നടത്തുവാൻ പോകുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഇന്ന് വരെയും അത്ഭുതം അതിശയമായി ഞങ്ങളെ ഉള്ളംകാരത്തിൽ വഹിച്ചു നടത്തിയതോർത്ത് നന്ദി പറയട്ടെ, സ്തോത്രം ചെയ്യട്ടെ. വീണ്ടും ബലവാനെ ഞങ്ങളുടെ ബലമുള്ള കരങ്ങളിൽ ഹല്ലിൽ ഞങ്ങളെ ഏൽപ്പിക്കുകയാണ്. ആ കൈക്കീഴിൽ താണിരുന്നു കൊണ്ട് സ്തോത്രത്തോടെ മുന്നോട്ട് പ്രാർത്ഥനയോടെ മുന്നേറുവാൻ ഇടയാക്കണം നടിനങ്ങിയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹാല് ദൂരത്തും ചാരത്തുമായിരിക്കുന്ന എല്ലാ മക്കളെയും ഏൽപ്പിക്കുക. ഞങ്ങളുടെ കുടുംബത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ജീവിത പങ്കാളി, ദാനമായി തന്ന കുഞ്ഞുങ്ങൾ, അവരുടെ ഭാവി, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ജോലി, അവരുടെ കുടുംബജീവിതം, തന്ന കൊച്ചു തലമുറകൾ, ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങൾ പാർക്കുന്ന ഭവനം എല്ലാം ഹല്ലേലൂയ എൻ്റെ അപ്പൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക. ഇന്നുവരെ ഞങ്ങൾക്ക് അത്ഭുതം അതിശയമായി ഞങ്ങളെ കാത്തു സൂക്ഷിച്ച് പരിപാലിച്ചു. ജീവനും ഭക്തിക്കും വേണ്ടുന്ന തന്ന് ഞങ്ങളെ പോറ്റിപ്പുലർത്തിയ ദൈവത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുകയാണ്, സ്തോത്രം ചെയ്യുക. വീണ്ടും ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹം എൻ്റെ അപ്പൻ്റെ പകല ആമേൻ. കർത്താവെ, വേണ്ടുന്ന എല്ലാം തന്ന് സമാധാനത്തോടെ കാത്തുകൊള്ളണമേ. ആരോഗ്യത്തിലും കൃപയിലും ഞങ്ങളെ എല്ലാവരെയും സൂക്ഷിക്കുമാറാകണം. ദൈവമായ കർത്താവ്, ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം പൊന്നുകരങ്ങളിൽ സമർപ്പിക്കുക. ഉള്ളതുപോലെ എൻ്റെ കർത്താവെല്ലാം അറിയുന്നവനാ. ഞങ്ങൾ അറിയിക്കുന്നതിന് മുൻപേ ഞങ്ങളെ അറിയുന്ന കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളുടെ ദൂരത്തും ചാരത്തുമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വഹിക്കട്ടെ. ജോലിക്കായിട്ട് പഠനത്തിനായിട്ടൊക്കെ കടന്നു പോയിരിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ആയിരങ്ങളുടെ ഇടങ്ങളിൽ കർത്താവ് സൂക്ഷിക്കണം. വിവാഹപ്രായമായ മക്കളെ സമർപ്പിക്കുന്ന തക്ക തുണിയൊരുക്കി അവരുടെ വിവാഹം നടക്കണം. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് തലമുറയെ കൊടുത്ത് അനുഗ്രഹിക്കണം. ഗർഭിണികളായിരിക്കുന്ന മക്കളെ അവിടുന്ന് കാത്തുകൊള്ളുമാറാകണം. യാത്ര പോകുന്ന എല്ലാ മക്കളെയും കർത്താവിൻ്റെ ഉള്ളംകരത്തിൽ വഹിച്ചു കൊള്ളുമാറാകണം. ആമൻ. കുടുംബജീവിതത്തിൽ സമാധാനമില്ലാത്ത തൻ്റെ മക്കൾക്ക് സമാധാനത്തോടെ ജീവിപ്പാൻ തക്കണം മുഖാന്തരമൊരുക്കണം. ഹാലലൂയ. നന്ദി കർത്താവെ. കടഭാരമുള്ള മക്കളെ കർത്താവ് അതിൽ നിന്ന് മോചിതരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലലൂയ. കർത്താവ്, ഭവനം പണിയുന്ന മക്കൾക്ക് അത് പൂർത്തീകരിച്ച് പാർക്കുവാൻ ഇടയാക്കണമേ. ഭവനമില്ലാത്ത മക്കൾക്ക് സ്വന്തം ഭവനത്തിൽ നിന്ന് തലയായിപ്പാൻ കർത്താവ് ഒരവസരം തന്നാട്ട് കർത്താവെ, സ്തോത്രം. വാടക ഭവനങ്ങളിൽ കഴിയുന്ന തൻ്റെ പ്രിയപ്പെട്ടവർ ആ ഭവനമൊക്കെ ഒന്ന് ഒഴിഞ്ഞ് കർത്താവെ അവർക്കൊന്ന് സ്വന്തമായി തലചായ്പാൻ ഇടമൊരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ സമയം ഹാലലൂയ. ഞങ്ങളുടെ ഉപജീവനമാർഗ്ഗം തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ചെറുതും വലുതുമായ എല്ലാ ഉപജീവനമാർഗ്ഗത്തെയും കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകണം. ഹാലലൂയ. ആരുടെയും മുമ്പിൽ തലകുനിക്കുവാൻ, ആരുടെയും മുമ്പിൽ കൈനീട്ടുവാൻ അനുവദിക്കുക. സ്വർഗ്ഗം ഓരോ മക്കളെയും കരുതണമേ. പ്രത്യേകിച്ച് ബിസിനസ് ചെയ്യുന്ന മക്കളെയൊക്കെ അനുഗ്രഹിക്കണം. കഷ്ടനഷ്ടം കൂടാതെ അവരെ കാത്തുകൊള്ളുമാറാകണം. ദൈവമായ കർത്താവെ, ഈ സമയം ഹാലലൂയ വാഹനം ഓടിക്കുന്ന എല്ലാ മക്കളെയും ഏൽപ്പിക്കുന്ന കർത്താവെ, ഓരോ മക്കളെയും കർത്താവ് കാത്തു പരിപാലിക്കണം. ആപത്തനത്തിൽ നിന്ന് എല്ലാവരെയും വിടുവിക്കുമാറാകണം. കർത്താവ്, ഞങ്ങളുടെ നാഥരെ, വിധവകളെ, രോഗികളെ, ദുഃഖിതരെ എല്ലാം സമർപ്പിക്കുന്നു. വാർദ്ധക്യത്തിലായിരിക്കുന്നവരെ സമർപ്പിക്കുന്നു. പൈതങ്ങളെ സമർപ്പിക്കുന്നു. എല്ലാവരെയും കാത്തു സൂക്ഷിച്ച് പരിപാലിച്ചാട്ടപ്പ. ഈ സമയം കർത്താവ് വേർപാണ്ട് ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങളെയും സമർപ്പിക്കുന്ന എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചനെ ആശ്വസിപ്പിക്കുമാറാകണം. ഹല്ലേലൂയ. വിദേശ രാജ്യത്ത് കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളെയെല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരുടെ പഠനം, അവരുടെ പരീക്ഷയെല്ലാം കർത്താവ് കൂടി ഒന്ന് സഹായിക്കണമേ. അവരുടെ ആഗ്രഹങ്ങളെല്ലാം നിവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് BSc നഴ്സിങ്ങിന്, എഞ്ചിനീയറിങ്ങിന്, മെഡിസിന് പഠിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് കാത്തോണേ കർത്താവ്. ശത്രു കാണല്ലേ, ദുഷ്ട പിശാച് തുടരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയം കർത്താവേ, സ്തോത്രം. പുതുവയസ്സിൽ പ്രവേശിച്ച മക്കളെ അനുഗ്രഹിച്ചാട്ട്. കുടുംബജീവിതത്തിൽ പുതുവർഷക്കാലം പ്രവേശിച്ച മക്കളെ അനുഗ്രഹിച്ചാട്ട്. സ്തോത്രം, സ്തോത്രം. പുതിയ നന്മകളും അനുഗ്രഹങ്ങളും കൊടുത്ത് സമാധാനത്തിൽ കാത്തുകൊള്ളണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയം കർത്താവ്, ഞങ്ങളുടെ രോഗികളെല്ലാം പൊന്നുകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവർ,
ബൈപ്പാസ് സർജറിക്കായിട്ട് ഒരുങ്ങുന്നവർ, സ്തോത്രം, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ, യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവർ, തൈറോയിഡ് ഉള്ളവർ, ആസ്മയുള്ളവർ, അലർജി ഉള്ളവർ, ത്വക്ക് സംബന്ധമായ രോഗമുള്ളവർ, ഹല്ലേലൂയ കർത്താവേ, ഉദര സംബന്ധമായ രോഗമുള്ളവർ, വയറ്റിൽ മുഴിയാൽ ഭാരപ്പെടുന്നവർ, തലയ്ക്കകത്ത് വേദനയാൽ ഭാരമുള്ളവർ, സ്തോത്രം 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 കർത്താവേ, സ്തോത്രം. ദൈവമായ കർത്താവെ, കാഴ്ചയില്ലാതെ, കേൾവിയില്ലാതെ, ഓർമ്മയില്ലാതെ, ബുദ്ധിയില്ലാതെ, മാനസികമായ വിഭ്രാന്തിൽ കൂടി കടന്നു പോകുന്നവർ, പല്ലിൻ്റെ വേദനയാൽ, ഇൻഫെക്ഷനാൽ, ചെവിയുടെ ഇൻഫെക്ഷനാലൊക്കെ ഭാരപ്പെടുന്ന ജീവിതങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങാണ് ഞങ്ങൾക്ക് മരുന്ന്, അങ്ങാണ് ഞങ്ങൾക്ക് വൈദ്യൻ, സകലത്തിൻ്റെ സകലതുവാ നീ മാത്രം മതി കർത്താവെ. ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, എൻ്റെ പ്രിയപ്പെട്ടവർക്കെല്ലാം സൗഖ്യം ലഭിക്കും. അതോർത്ത് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളെ തൊട്ട് സുഖപ്പെടുത്തിയ ദൈവം, അത്ഭുതത്തിൽ കൂടി നടത്തിയ ദൈവമാ നന്ദി പറയുക, സ്തോത്രം ചെയ്യുക. വീണ്ടും കർത്താവ് വേദനിക്കുന്ന ജീവിതങ്ങളോട് കരുണ തോന്നണം, മനസ്സലിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങളെ ചെയ്താട്ട് കർത്താവേ. ഫിക്സ് രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവേ, കരുണ തോന്നണമേ, മനസ്സലിയണമേ അപ്പാ. ഹാലലി അങ്ങനെ പനിയാൽ, ചുമയാൽ, വിമിഷ്ടത്താൽ, അലർജിയുടെ അസ്വസ്ഥതയാലൊക്കെ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവേ. ശരീരമാസകലം ചൊറിച്ചിലാൽ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവേ. അങ്ങയുടെ ആണിപ്പഴുതുള്ള കരം ഓരോ മക്കളെയും തൊട്ട് സുഖപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ എല്ലാ പ്രാർത്ഥനാ വിഷയവും തമ്പുരാൻ്റെ പൊന്നുകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം പാപം കൂടാതെ ജീവിക്കണം, അപ്പൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. സ്തോത്രം സ്തോത്രം.